യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഒരു ദിനത്തിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ്. ഈ മനോഹരമായ ദിവസം നമ്മുടെ സൃഷ്ടിതാവിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. കർത്താവ് നല്ലവനാണ്. കർത്താവിൻ്റെ ദയ നമ്മളോടുകൂടെ എന്നേക്കുമുള്ളതാണ്. രാവിലെ എഴുന്നേറ്റ യേശുവേ, അങ്ങേക്ക് മഹത്വം. അങ്ങ് നന്മയല്ലാതൊന്നും എൻ്റെ ജീവിതത്തിൽ ചെയ്തിട്ടില്ലല്ലോ. ഇന്നയോളം എന്നെ നടത്തിയതിനായി ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. ആ നന്ദിയുള്ള ഹൃദയത്തോടെ നമുക്ക് ഈ പ്രഭാതം ആരംഭിക്കാം. കർത്താവിന് മഹത്വം. സ്തോത്രം. വളരെ വേഗത്തിലൊരു വചനഭാഗം വായിച്ചുകൊണ്ട് സ്തോത്രം പ്രാർത്ഥിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം നമ്മുടെ എബ്രായർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായമാണ്. അതിൻ്റെ 13-ാമത് വാക്യമാണ് വായിക്കാൻ ആഗ്രഹിക്കുന്നത്. അവന് മറഞ്ഞിരിക്കുന്നത് ഒരു സൃഷ്ടിയുമില്ല, സകലവും അവൻ്റെ കണ്ണിന് നഗ്നവും മലർന്നതുമായി കിടക്കും. അവനുമായിട്ടത്രേ നമുക്ക് കാര്യമുള്ളത്. സ്തോത്രം. ആമേൻ. 12-ാമത്തെ വാക്യത്തിൽ തുടങ്ങുന്ന ഇങ്ങനെ: ദൈവത്തിന് വചനം ജീവനും ചൈതന്യവുമുള്ളതായി ഇരുവായ്ത്തഴയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതാണ്. പ്രാണനെയും ആത്മാവിനെയും സന്ധിപഞ്ചകളെയും വേർപിടിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിൻ്റെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതും ആകുന്നു. അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല. അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല. ദൈവത്തിൻ്റെ വചനം കടന്നു എന്ന് ഹൃദയത്തിൻ്റെ ചിന്തകളെയൊക്കെ വിവേചിക്കുന്ന സ്തോത്രം ആണ്. സ്തോത്രം. ആ വചനമാകുന്ന ക്രിസ്തുവിന് പറ്റിയ പറയുന്നത്, അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല, സകലവും അവൻ്റെ കണ്ണിന് നഗ്നവും മലർന്നതുമായി കിടക്കും. അവനുമായിട്ടത്രേ നമുക്ക് കാര്യമുള്ളത്. കർത്താവിൻ്റെ ദൃഷ്ടിയിൽ ഒന്നും മറഞ്ഞിരിക്കുന്നില്ല പ്രിയമുള്ളവർ. ആ കർത്താവുമായിട്ടാണ് നമുക്ക് കാര്യമെന്ന തിരുവചനം പറയുന്നത്. സ്തോത്രം. ഇന്ന് പകലെന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന മാന്യ സഹോദരങ്ങളോട് എനിക്ക് വളരെ സന്തോഷത്തോടെ പറയുവാൻ ആഗ്രഹിക്കുന്നൊരു കാര്യം ഇതാണ്: നമ്മുടെ ഉള്ളങ്ങളെ ഏറ്റവും അറിയുന്ന, ഏറ്റവും അടുത്തറിയുന്ന, ഉള്ളതുപോലെ അറിയുന്ന ഒരേ ഒരാൾ, അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. ഇഹലോകത്തിൽ ആരൊക്കെ നിങ്ങളെ മനസ്സിലാക്കിയിട്ടുണ്ട്, നിങ്ങളെ അറിയും എന്നൊക്കെ നിങ്ങളെപ്പറ്റി പറഞ്ഞാലും അതിനേക്കാളെല്ലാം ഉപരിയായി നിങ്ങളെ ഏറ്റവും അടുത്തറിയുന്ന, നിങ്ങളുടെ സകല സ്വഭാവ വൈശിഷ്ട്യതകളും അറിയുന്ന, നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഭാവങ്ങളെയും നിലവുകളെയും ഒക്കെ അറിയുന്ന ഒരേ ഒരാൾ കർത്താവായ യേശു ക്രിസ്തു. നമ്മളെ ഏറ്റവും നന്നായി അറിയുന്ന ആളോടല്ലേ നമുക്കെല്ലാം പറയുവാൻ കഴിയേണ്ടത്. സ്തോത്രം. നമ്മളെ ഏറ്റവും അധികം ഉൾക്കൊള്ളുന്ന ആളോടല്ലേ നമ്മളെല്ലാം തുറന്നു പറയേണ്ടത്. ഇന്ന് പക്ഷേ പല മനുഷ്യരും സ്തോത്രം പറയുന്നത് നമുക്കത്ര വലിയ പരിചയമില്ലാത്തവരോടാണ് സകലവും തുറന്നു പറയുന്നത്, അല്ലേ? നമുക്കത്ര വലിയ സ്തോത്രം അറിവില്ലാത്തവരോടാണ് സ്തോത്രം നമ്മൾ പലതും തുറന്നു പറയുന്നത്. എന്നാൽ ഇന്ന് ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, എന്നെയും നിങ്ങളെയും ഉള്ളതുപോലെ അറിയുന്നവൻ, എന്നെയും നിങ്ങളെയും മെനഞ്ഞവൻ, നമ്മുടെ എല്ലാ വികാരങ്ങളെയും എല്ലാ ഭാവങ്ങളെയും എല്ലാ ചിന്തകളെയും എല്ലാ ഡ്രീംസും നമ്മുടെ എല്ലാ ഭാവനകളും എല്ലാം അറിയുന്ന ആ കർത്താവിൻ്റെ അരികിലേക്ക് നമുക്കൊന്ന് ഹൃദയം തുറക്കുവാൻ കഴിയട്ടെ. ആ കർത്താവ് സ്വന്തം തിരുവചനത്തിൽ നമ്മൾ പറയാം, അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല. ഒരു സൃഷ്ടിയുമില്ല എന്ന് പറയുമ്പോൾ മനുഷ്യൻ മാത്രമാണോ? അല്ലേ? മനുഷ്യൻ മാത്രമല്ല, സകല സൃഷ്ടികൾ. ഒരു സൃഷ്ടി പോലും കർത്താവിന് മറഞ്ഞിരിക്കുന്ന സകലവും, ചരാചരങ്ങൾ ഉൾപ്പെടെ, പ്രകൃതിയിലുള്ള ജീവജാലങ്ങൾ ഉൾപ്പെടെ സകലതും, ഒരു സൃഷ്ടിയും അവന് മറഞ്ഞിരിക്കുന്നതില്ല. സ്തോത്രം. അതൊക്കെ വലിയ വലിയ വിഷയങ്ങളാണ്. സ്തോത്രം. മറഞ്ഞിരിക്കുന്നതില്ല. അപ്പോൾ നമ്മളൊരു ജീവിയോട് പോലും നമ്മൾ ചെയ്യുന്ന, അല്ലേ, അതിക്രമം ദൈവത്തിൻ്റെ സന്നിധിയിൽ ഓർക്കുന്നുണ്ട്, അറിയുന്നുണ്ട് എന്ന് നാം മറന്നു പോകരുത്. സ്തോത്രം. അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല, സകലവും അവൻ്റെ കണ്ണിന് നഗ്നവും മലർന്നതുമായി കിടക്കുന്നു. സ്തോത്രം. വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന അഗ്നിജാലയ്ക്കൊത്ത കണ്ണുള്ളവൻ എന്നാണ് പറയുന്നത്. സ്തോത്രം. മനുഷ്യൻ്റെ ഹൃദയം അവൻ്റെ മുൻപിൽ നഗ്നതും മലർന്നതുമാണ്, ഉള്ളങ്ങളെ ഉള്ളതുപോലെ ആരാഞ്ഞറിയുന്നവൻ. സ്തോത്രം. മേളത്തെ വചനത്തിൽ പറഞ്ഞു, ജീവനും ചൈതന്യമുള്ള ഇരുവായ്ത്തലയുള്ള ഇത് വാളിനേക്കാളും മൂർച്ചയേറിയ, പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിക്കും വരെ തുളച്ചില്ലുന്നതുമാണ്, ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതാണ്. ഹൃദയത്തിൻ്റെ ചിന്തകൾ. ഇപ്പം എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ഹൃദയത്തിൻ്റെ ചിന്തനങ്ങളും എല്ലാം അറിയുന്ന കർത്താവ്. സ്തോത്രം. ആ ഭാവങ്ങളൊക്കെ കർത്താവ് അറിയുന്ന. നിങ്ങൾ ഒരാളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ സംസാരിക്കുന്ന വാക്കുകളല്ല, അതിനേക്കാൾ ഉപരി നിങ്ങളുടെ ഹൃദയത്തിൽ അന്നേരം അവരോടുള്ള മനോഭാവം എന്തായിരിക്കുന്നു എന്നുള്ളത് ദൈവം അറിയുന്നു. പലരും പുഞ്ചിരിക്കുകയൊക്കെ ചെയ്യും, അല്ലേ? സ്നേഹത്തോടെയൊക്കെ സംസാരിക്കും, നല്ല വാക്കുകളൊക്കെ പറയും, പ്രോത്സാഹന വാക്കുകളൊക്കെ പറയും. പക്ഷെ അവരുടെ ഹൃദയം എന്തായിരുന്നു, നിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡ്, ഹൃദയത്തിൽ നിങ്ങളോടുള്ള വികാരം എന്തായിരുന്നു എന്നുള്ളത് സ്വർഗത്തിലെ ദൈവം അറിയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ ചിരിച്ചുകൊണ്ട് വഞ്ചിക്കുന്നവരെ ഓർത്തൊന്നും നിങ്ങൾ ഭാരപ്പെടണ്ട. നിങ്ങളെ സ്തോത്രം പുഞ്ചിരിച്ച് കൂടെ നിന്നുകൊണ്ട് നിങ്ങളെ ചതിക്കുന്നവരും വഞ്ചിക്കുന്നവരും ഒക്കെ കാണാം. സ്തോത്രം. അതൊന്നും ഓർത്ത് നിങ്ങൾ ഭാരപ്പെടണ്ട. നമ്മളൊരിക്കലും അങ്ങനെ ചെയ്യരുത്. കാരണം നാം തിരിച്ചറിയണം, നാം ഒരു ദൈവം ഇതിലാണ്, എൻ്റെ ചിന്തകളെ ദൈവം അറിയുന്നുണ്ട്,
ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് നിങ്ങളെ പറ്റിയുള്ള ചിന്തകൾ എന്താണെന്ന് ഞാൻ ഈ വചനം സംസാരിക്കുമ്പോൾ തന്നെ സ്വർഗത്തിലെ ദൈവം എൻ്റെ ചിന്ത എന്താണെന്ന് അറിയുന്നുണ്ട്. ഏത് ഉദ്ദേശത്തോടെയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നതെന്ന് ദൈവം അറിയുന്നുണ്ട്. സുവിശേഷ വേല നമ്മൾ ചെയ്യുമ്പോൾ കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുന്നു, കർത്താവിൻ്റെ വേലയ്ക്ക് ഓടി നടക്കുന്നു, പ്രസംഗിക്കുന്നു, ഉപവാസ പ്രാർത്ഥന നടക്കുന്നു, കൺവെൻഷനുകളിൽ പ്രസംഗിക്കുന്നു, വ്യാപൃതരായി നടന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. വലിയ ലോകം നോക്കുമ്പോൾ നമ്മൾ സുവിശേഷത്തിൻ്റെ വളരെ ശക്തമേറിയ വാക്താവാണ്, കർത്താവിന് വേണ്ടി രാവും പോലും ഇല്ലാതെ അധ്വാനിക്കുന്നവരാണ്. പക്ഷേ എൻ്റെ ഉള്ളിൽ എൻ്റെ മനോഭാവം എന്താണ് ഇത് ചെയ്യുമ്പോൾ എന്നുള്ളത് കർത്താവ് ആരാഞ്ഞറിയുന്നുണ്ട്, അല്ലേ? ഒരു സുവിശേഷ വേല ചെയ്യുമ്പോൾ പുറത്ത് നിൽക്കുന്നവർക്ക് വളരെ ആത്മാർത്ഥമായി ചെയ്യുന്ന ആളാണെന്ന് തോന്നുന്നുണ്ടെങ്കിലും കർത്താവ് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ നോക്കുമ്പോൾ എവിടെയാണ് സ്തോത്രം അദ്ദേഹം നിൽക്കുന്നത്, അദ്ദേഹത്തിൻ്റെ ഹൃദയഭാവം എന്താണെന്ന് അറിയുന്നുണ്ട്. സാമ്പത്തികമായുള്ള ലാക്കാണോ നിന്റെ സുവിശേഷീകരണം? മറ്റെന്തെങ്കിലും ലക്ഷ്യമുണ്ടോ നിന്റെ സുവിശേഷീകരണം? നിനക്ക് പേരും പെരുമയും പ്രശസ്തിയുമാണോ നിന്റെ സുവിശേഷീകരണം? അതോ നിന്നെ ഉയർത്തുവാനാണോ സുവിശേഷീകരണം? ക്രിസ്തീയ മേഖലയിൽ നിന്ന് ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. സുവിശേഷവും ദൈവവചനവും സഭയും കൂട്ടായ്മയും ഒക്കെ അകത്ത് നിന്നുകൊണ്ട് സഭയിൽ വളരെ ആത്മാർത്ഥമായി വലിയ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ സഭയിൽ ശ്രദ്ധേയനാകാനാണോ അത് ചെയ്യുന്നതെന്നുള്ളത് യഥാർത്ഥ സുവിശേഷത്തിൻ്റെ ശക്തമേറിയ വാക്താവെന്ന് പറഞ്ഞുകൊണ്ട് അധികാരങ്ങൾ പിടിച്ച് എടുക്കുവാൻ, അല്ലെങ്കിൽ എന്നെ ശ്രദ്ധിക്കപ്പെടണം മുൻനിരയിലേക്ക് എന്നുള്ള ധാരണയിലാണോ കൂട്ടായ്മയിൽ കൂടി നിന്ന് ഓരോ പ്രവൃത്തികൾ ചെയ്യുന്നത്? എല്ലാം കർത്താവ് ശ്രദ്ധിക്കുന്നുണ്ട്. സ്തോത്രം. എന്തായിരിക്കുന്നു നീ ദാനം ചെയ്യുമ്പോൾ നിന്റെ ഹൃദയത്തിലെ ഭാവം? മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ നിന്റെ ഭാവം എന്തായിരുന്നു? ആ ദാനത്തിലൂടെ നീ എന്താണ് നീ ഹൃദയത്തിൽ നിരൂപിച്ചതെന്ന് ദൈവം അറിയുന്നുണ്ട്. ഒരാളെ സ്നേഹിക്കുമ്പോൾ അദ്ദേഹത്തിൽ നിന്ന് എന്ത് മുതലെടുപ്പാണ് നീ ഹൃദയത്തിൽ ചിന്തിക്കുന്നതെന്നുള്ളത് ദൈവം ശ്രദ്ധിക്കുന്നുണ്ട്. അതുപോലെ വിവിധമായ തലങ്ങളിലേക്ക് ഒരാളെ പ്രോത്സാഹിപ്പിച്ച് പറയുമ്പോൾ, ഉത്സാഹിക്കുമ്പോൾ, അദ്ദേഹത്തെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ഹൃദയത്തിനകത്ത് ഭാവം എന്തായിരിക്കുന്നു എന്നുള്ളത് കർത്താവ് ചിന്തിക്കുന്നുണ്ട്. കുഞ്ഞുങ്ങളെ നിങ്ങൾ വളർത്തുമ്പോൾ കുഞ്ഞുങ്ങളിൽ നിങ്ങൾ എന്താണ് പ്രതീക്ഷിക്കുന്നതെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഭാര്യ ഭർത്തൃ ബന്ധങ്ങളിൽ സ്വതന്ത്രം ആ വിവാഹം കഴിക്കുമ്പോൾ എന്ത് താല്പര്യത്തോടെയാണ് നിങ്ങൾ വിവാഹം കഴിച്ചത്? സമ്പത്ത് നോക്കിയാണോ, ജോലി നോക്കിയാണോ, പദവി നോക്കിയാണോ? ഇതെല്ലാം ദൈവം അറിയുന്നുണ്ട്. ഇങ്ങനെ നമുക്ക് പോയാൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാനതെല്ലാം ഇവിടെ നിർത്തുകയാണ്. സ്വതന്ത്രം. അപ്പോൾ നമ്മുടെ ഹൃദയത്തിലെ ചിന്തകൾ എന്തായിരിക്കുന്നു എന്നുള്ളത് കർത്താവ് അറിയുന്നുണ്ട്. ഓരോ ബന്ധങ്ങളിലും ഓരോ സൗഹൃദങ്ങളിലും നമ്മൾ സ്ഥാപിക്കുന്നതിന് ഓരോത്തിലും ഓരോ ആത്മീയ കൂട്ടായ്മകളിലും നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാവത്തെ കർത്താവ് അറിയുന്നുണ്ട്. കണ്ണിന് നഗ്നവും മലർന്നവുമായി കിടക്കുന്നു, അവരുമായിട്ട് നമുക്ക് കാര്യമുള്ളത്. അപ്പം നമുക്കൊരു കാര്യമുണ്ട്, നമ്മുടെ കാര്യങ്ങൾക്കൊരു തീർപ്പ് ചെയ്യാൻ ഒരാളുണ്ട്. അത് കർത്താവുമായിട്ടാണെന്നാണ് തിരുവചനം പറയുന്നത്. അപ്പം നമ്മുടെ കാര്യങ്ങൾ തീർപ്പ് കൽപ്പിക്കുന്നത് ക്രിസ്തുവുമായിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് കണക്ക് ബോധിപ്പിക്കേണ്ടിടം ദൈവസന്നിധിയാണ്. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നതൊക്കെയും കർത്താവിനെന്ന വണ്ണം ചെയ്യണം. ഏത് കൊടുക്കൽ വാങ്ങലുകളിലും, ഏത് സംസാരങ്ങളിലും, ഏത് സഹായഹസ്തങ്ങളിലും, ഏത് പ്രോത്സാഹനങ്ങളിലും, മറ്റുള്ളവർക്കുള്ള കരുതലുകളിലും, മറ്റുള്ളവർക്ക് പങ്കുവെക്കുന്ന സ്നേഹങ്ങളിലും, സ്തോത്രം, സകലത്തിലും, കൂട്ടായ്മയിലും, സുവിശേഷീകരണത്തിലും, സഭയിലെ ശുശ്രൂഷയിലും, ഏത് കാര്യങ്ങളിലായിരുന്നാലും എവിടെയായിരുന്നാലും കർത്താവിനെന്ന വണ്ണം ചെയ്യണം. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുത്താനായിരിക്കണം, കർത്താവിനെ ഉയർത്തുവാനായിരിക്കണം നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും. അതുകൊണ്ട് ഇന്ന് പകൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന മാന്യ സഹോദരങ്ങളോട് പറയട്ടെ, നമുക്ക് കാര്യം തീർപ്പാക്കുവാനുള്ളത്, നമ്മുടെ കാര്യങ്ങൾക്ക് സ്വതം കാര്യമുള്ളത്, നമുക്ക് കാര്യങ്ങൾ തീർപ്പാക്കുവാനുള്ളത് അല്ലെങ്കിൽ പറയുവാനുള്ളത് നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിലാണ്. അപ്പം നാം ചെയ്യുന്ന ഏത് പ്രവൃത്തിക്കും ദൈവസന്നിധിയിൽ നമ്മളതിന് മറുപടി കൊടുക്കണം, അതിന് വില കൊടുക്കണം. അതുകൊണ്ട് ഹൃദയങ്ങൾ ശുഭചിന്തയോടെയും ക്രിസ്തുവിലുള്ള ചിന്തയോടെയും ക്രിസ്തുവിനെന്ന വണ്ണവും എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ നമ്മളെ കഴിഞ്ഞാൽ നമ്മളെപ്പോലെ ദൈവസന്നിധിയിൽ ശ്രേഷ്ഠരായി വേറെ ആരുണ്ടാവും. അതുകൊണ്ട് ജീവിതത്തിൽ ഇത്രയും നാൾ നമ്മൾ ചെയ്ത കാര്യങ്ങളെയൊക്കെ നമ്മളൊന്ന് ആക്കി കുറിച്ച് നമ്മൾ നോക്കണം. കർത്താവേ, ഞാൻ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തതൊക്കെ എന്താണ്? അവിടെ എവിടെയെങ്കിലുമൊക്കെ വീഴ്ചകളോ പതർച്ചകളോ ഏതായിരുന്നു ലക്ഷ്യമെന്ന് ഉണ്ടെങ്കിൽ അത് ദൈവസന്നിധിയിൽ നമുക്ക് പറഞ്ഞു തീർത്തുകൊണ്ട് കർത്താവിനെന്ന വണ്ണം മുൻപോട്ടുള്ള ഓരോ കാര്യങ്ങളും ചെയ്യുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അത് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവിക ചൈതന്യം വെളിപ്പെടുവാൻ ഇടയായിത്തീരും. ദൈവത്തിൻ്റെ മഹത്വം നിങ്ങളിലൂടെ പ്രദർശിപ്പിക്കുവാൻ ഇടയായിത്തീരും. നിങ്ങളെ സ്തോത്രം ആർക്കും അവഗണിക്കുവാൻ കഴിയാതെ ദൈവം നിങ്ങളെ മാനിക്കുവാനും ഇടയായിത്തീരും. അതുകൊണ്ട് ഇന്ന് ഏത് പ്രതിസന്ധിയിലോ കഷ്ടതയിലോ നഗ്നതയിലോ പ്രതികൂലങ്ങളിലോ ഒക്കെ ആണെങ്കിലും തിരുവചനം പറയുന്ന പോലെ സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും മാറാത്തവരായി നിങ്ങൾ മുൻപോട്ട് പോകണം. സ്തോത്രം. ദൈവം ഒഴികെ എനിക്കൊരു നന്മയും വേണ്ട, കർത്താവ് ഒഴികെ എനിക്ക് മറ്റൊരു നന്മയും വേണ്ട. അത് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ആഴങ്ങളിൽ നിന്ന് ഉറയ്ക്കണം. അത് ഉറക്കെ പ്രഖ്യാപിക്കുകയും ചെയ്യണം. കർത്താവ് എൻ്റെ നന്മ, കർത്താവിനെ പിരിഞ്ഞെനിക്കൊന്നും വേണ്ട. സ്തോത്രം. ദൈവം നിങ്ങളെ അത്ഭുതകരമായി പരിപാലിക്കും. നിങ്ങളുടെ സ്ഥിതികൾ എന്ത് തന്നെയായിരുന്നാൽ അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ പട്ടുപോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. എന്നെ കാണുന്ന പ്രിയ മാന്യ സഹോദരങ്ങളെ, കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. പ്രിയ പിതാവേ,
നിങ്ങളുടെ കുറവുകളോ ബലഹീനതകളോ കുറ്റങ്ങളോ ഒന്നും കർത്താവ് നോക്കുന്നില്ല. സ്വതം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. നിങ്ങളുടെ ഹൃദയം ഒന്ന് സംശുദ്ധമായാൽ മതി. നിങ്ങൾ ഇനിയുള്ള സമയം കർത്താവിന് എന്ന വണ്ണം ഏത് കാര്യങ്ങളും ചെയ്തു നോക്കണം. നിങ്ങളുടെ കൊടുക്കൽ വാങ്ങലുകൾ, നിങ്ങളുടെ പ്രാർത്ഥനകൾ, ദൈവത്തെ ആരാധിക്കുന്നത്, സുവിശേഷം പങ്കുവയ്ക്കുന്നത്, മറ്റുള്ളവരെ സ്നേഹിക്കുന്നത്, നിങ്ങൾക്കുള്ള മുതലുകൾ, നിങ്ങൾക്കുള്ള സമ്പാദ്യങ്ങൾ, നിങ്ങളുടെ സകലത്തിലും എവിടെയായിരുന്നാലും ക്രിസ്തുവിന് എന്ന വണ്ണം നിങ്ങൾ ആ കാര്യങ്ങൾ വിനിമയം ചെയ്യുവാനും അതിൽ വിശ്വസ്തരായിരിക്കാനും ശ്രമിച്ചാൽ നിങ്ങളുടെയും എൻ്റെയും കാര്യത്തിന് തീർപ്പ് കൽപ്പിക്കുന്നവനായ കാര്യം പറയുവാനുള്ളവനായ സ്തോത്രം കർത്താവുമായിട്ടാണ് നമുക്ക് കാര്യമുള്ളത്. അവിടെ നിങ്ങൾ വിശ്വസ്തരും അവൻ്റെ മുൻപിൽ നിങ്ങൾ ശ്രേഷ്ഠരും മാന്യരും കളങ്കമറ്റവരുമായി തീരുന്നുവെങ്കിൽ ജീവിതം അനുഗ്രഹമായി തീരും. ദൈവിക ചൈതന്യത്തിൻ്റെ ഉറവയായി മാറും. നിങ്ങൾ പ്രകാശിക്കുന്നവരായിത്തീരും. നിങ്ങളുടെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരങ്ങൾ അവിടെ ഉണ്ടാകും. സ്തോത്രം. ദൈവം അല്ലലുകളുടെ ദൈവമല്ല, അലച്ചിലുകളുടെ ദൈവമല്ല, അവഗണിക്കുന്നവനായ ദൈവമല്ല. സ്തോത്രം. അവൻ ആദരിക്കുന്ന ദൈവമാണ്. സ്തോത്രം. അതുകൊണ്ട് ആ ദൈവസന്നിധിയിലേക്ക് ഈ പ്രഭാതത്തിൽ നമുക്ക് മുട്ടുമടക്കുവാൻ കഴിയട്ടെ. സകലവും അവൻ്റെ കണ്ണിന് നഗ്നവും മലർന്നതുമായി കിടക്കുന്നു. അത് ഇന്ന് പകൽ നമ്മുടെ ഓർമ്മകളിൽ ഇരിക്കട്ടെ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്താലും, ഞാൻ എന്ത് സ്തോത്രം, ഏത് വാക്ക് പറഞ്ഞാലും, ഏത് പ്രവൃത്തി ചെയ്താലും അതെല്ലാം എൻ്റെ യേശുവിന് വേണ്ടിയാണ്. എനിക്ക് യേശുവുമായിട്ടാണ് പരിഗണിക്കാറുള്ളത്. ഞാനും നിങ്ങളും തമ്മിലുള്ള കാര്യങ്ങൾ തീർപ്പ് കൽപ്പിക്കട്ടെ. എനിക്ക് എൻ്റെ യേശുവുമായിട്ടാണ്. നിങ്ങളിൽ ഓരോരുത്തരും അതുപോലെ തന്നെ നിങ്ങളെ എനിക്കല്ല കണക്ക് ബോധിപ്പിക്കും, നിങ്ങളും കർത്താവിനാണ് കണക്ക് ബോധിപ്പിക്കുക. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അത് കർത്താവിന് എന്നവണ്ണം ചെയ്യണം. നിങ്ങൾ സുവിശേഷം പറയുന്നുണ്ടെങ്കിൽ, നിങ്ങൾ മറ്റുള്ളവരെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, മറ്റുള്ളവരെ സഹായിക്കുന്നുണ്ടെങ്കിൽ, പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെങ്കിൽ, എന്തായിക്കോട്ടെ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏത് വഴികളിലും അത് ദൈവരാജ്യത്തിന് മഹിമപ്പെടുന്ന നിലയിൽ ക്രിസ്തുവിന് എന്ന വണ്ണം നിങ്ങൾ ചെയ്യൂ. എൻ്റെയും നിങ്ങളുടെയും ജീവിതം ഒരുപോലെ. നിങ്ങളോട് മാത്രമല്ല, ഞാൻ എന്നോടുകൂടെ ഉള്ളത്. നമ്മൾ ഒരുമിച്ച് അത് ഏറ്റെടുക്കാം. കർത്താവിന് എന്ന വണ്ണം നമുക്ക് ചെയ്യാം. നമുക്ക് കാര്യം തീർപ്പാക്കുവാനുള്ളത് നമ്മുടെ കർത്താവുമായിട്ടാണ്. ലോകം നിങ്ങളെ ഏത് രീതിയിൽ പഴിച്ചോട്ടെ, അല്ലെങ്കിൽ ലോകം ഏത് നിലയിൽ നിങ്ങളെ പ്രോത്സാഹിപ്പിച്ചോട്ടെ, അല്ലെങ്കിൽ ലോകം ഏത് നിലയിൽ നിങ്ങളെ പറ്റി വലിയ അപ്രിഷ്യേറ്റ് ചെയ്ത് വലിയ കാര്യങ്ങൾ പറഞ്ഞോട്ടെ, ലോകം നിങ്ങളെ ഏത് നിലയിലും ആദരിച്ചോട്ടെ, അതിനൊന്നിനും വിലയില്ല. ദൈവം നിങ്ങളെ തൂക്കി നോക്കുമ്പോൾ നിങ്ങളിൽ കുറവുകളുണ്ടോ എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ഞാനും നിങ്ങളും എങ്ങനെയായിരിക്കുന്നു എന്നുള്ളതാണ്. ഹൃദയം നഗ്നതും മലന്നതുമായി അവൻ്റെ മുൻപിൽ ഇരിക്കുന്നു എന്നാണ് പറയുന്നത്. ഞാൻ പറയുന്ന കളവുകളെല്ലാം അവൻ്റെ മുൻപിൽ മലർന്നതാണെന്ന് ഓർക്കണം. നിങ്ങളും ഞാനും ചെയ്യുന്ന സകല തെറ്റുകളും അവൻ്റെ സന്നിധിയിൽ നഗ്നവും മലന്നവുമാണെന്ന് ഓർക്കണം. എനിക്കും നിങ്ങൾക്കും ബോധിപ്പിക്കുവാനുള്ളത് ക്രിസ്തുവിനെയാണെന്ന് ഓർക്കണം. ലോകത്തെ എനിക്ക് ബോധിപ്പിക്കാം, നിങ്ങളെ എനിക്ക് ബോധിപ്പിക്കാം, നിങ്ങളോട് എനിക്ക് സംസാരിച്ച് കൺവീൻസ് ചെയ്യാം. പക്ഷേ ദൈവത്തെ കൺവീൻസ് ചെയ്യാൻ വാക്കുകൾ പോരാ. പ്രിയമുള്ളവരെ, ഹൃദയം ശുദ്ധമായിരിക്കണം, നിഷ്കളങ്കമായിരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു നന്മയും നിങ്ങൾക്ക് മുടങ്ങുകയില്ല. ദൈവത്തിൻ്റെ സകല നന്മയുടെയും കൂട്ടവകാശികളല്ലേ നമ്മൾ. ദൈവത്തിൻ്റെ സകല അനുഗ്രഹങ്ങളെയും പ്രാപിക്കുവാൻ യോഗ്യരായി ഞാനും നിങ്ങളും തീരും. ആരുടെയും പ്രാർത്ഥനയുടെ ബലത്താലല്ല, ആരുടെയും റെക്കമെൻഡിനാലല്ല നിങ്ങളെ ദൈവം മാനിക്കാൻ പോകുന്നത്. നിങ്ങളുടെ ഹൃദയത്തെ നോക്കിക്കൊണ്ടാണ് ദൈവം നിങ്ങളെ മാനിക്കുവാൻ പോകുന്നത്. സ്തോത്രം. അതുകൊണ്ട് ഇന്ന് നല്ല രക്ഷകന്റെ കരങ്ങളിലേക്ക് നമുക്ക് കൊടുക്കാം. അവനിൽ നിന്ന് വലിയവ പ്രാപിക്കാം. നമുക്കൊരു പടി കൂടെ മാനസാന്തരപ്പെടുവാൻ ഇന്ന് പകലിൽ കർത്താവിൽ കഴിയട്ടെ. എനിക്ക് കർത്താവിൽ നിന്ന് പ്രാപിക്കുവാൻ പൗലോസ് പറഞ്ഞു, കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞതുപോലെ തന്നെ എനിക്കും നിങ്ങൾക്കും കർത്താവിൽ നിന്ന് പ്രാപിക്കുവാനും അനുഗ്രഹം പ്രാപിക്കുവാനും ക്രിസ്തുവിനെ മഹത്വീകരിക്കുന്ന സാക്ഷിയായി ജീവിപ്പാനും കർത്താവ് കൃപ നൽകട്ടെ. കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കും. കരുണാസമ്പന്നനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ പുത്രൻ ഞങ്ങളുടെ രക്ഷിതാവുമായ യേശുവിൻ്റെ നാമത്തിൽ തിരുസലിലേക്ക് അടുത്ത് വരികയാണ്. ഈ പ്രഭാതമനെ കാണുന്ന മാന്യ സഹോദരങ്ങളുമായി ഒരുമിച്ച് തിരുസലിലേക്ക് ഒന്ന് പ്രാർത്ഥിക്കും. ഞങ്ങളുടെ ജീവിതം കർത്താവ് ഞങ്ങളുടെ മുമ്പിൽ നഗ്നതും മലന്നതുമാണ്. കർത്താവെ, ഞങ്ങളുടെ പോരായ്മകളെ അവിടെ നിന്ന് നികത്തണം. കർത്താവെ, ഞങ്ങളുടെ ഇടപെടലുകൾ അങ്ങേക്ക് വിശ്വസ്തരായിരിക്കാൻ തപ്പണം. അങ്ങേക്കാണല്ലോ ഞങ്ങൾക്ക് കാര്യം തീർപ്പാക്കണം. അങ്ങയുമായുള്ള ബന്ധത്തിൽ ഞങ്ങളെ ശക്തരാക്കണം, നിഷ്കളങ്കരാക്കണം, നേരോടെ നിർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തൃക്കരങ്ങളിലേക്ക് കർത്താവെ, ജീവിതത്തിൽ ആരോടും പറയാത്ത നൊമ്പരങ്ങളൊക്കെ പേർന്ന് പ്രിയമുള്ളവരുണ്ട്. അങ്ങ് അവരുടെ ഉള്ളങ്ങളെ അറിയുന്നുണ്ടല്ലോ. അതിന് പരിഹാരം വരുത്തണമേ. നീറുന്ന വിഷയങ്ങളെ പുറത്തു പറയാത്തത് ഹൃദയങ്ങളെ അന്തരേന്ദ്രിയങ്ങളെയും അറിയുന്ന കർത്താവ്, അത് കർത്താവെ പരിഹരിച്ച് അവരെ സ്വതന്ത്രമാക്കണമേ. കെട്ടുകളെ അഴിക്കണമേ. ജീവിതത്തിൻ്റെ ഉൾത്തടങ്ങളിലുള്ള പാപത്തിൻ്റെ കർത്താവെ അംശങ്ങളെ അതിനെ നീക്കി കർത്താവെ സ്വന്തം വിശുദ്ധമായ ജീവിതത്തിൽ ഒരുക്കണമെന്ന് പ്രാർത്ഥന. ഞെരുക്കങ്ങളിലും കണ്ണുനീരിലും പീഡനങ്ങളിലുമൊക്കെ കഴിയുന്ന പ്രിയപ്പെട്ടവരുണ്ടല്ലോ. കർത്താവെ, അവരുടെ അവസ്ഥകളെ അറിഞ്ഞ് സ്വർഗത്തിലെ ദൈവം അവരെ സ്വതന്ത്രമാക്കണമേ എന്ന് പ്രാർത്ഥന. പരിഹാസങ്ങളുടെ നടുവിലും കർത്താവെ അങ്ങേക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ട് നിൽക്കുന്ന പ്രിയമുള്ളവരുണ്ടല്ലോ. അവരെ മാനിക്കണമേ, അനുഗ്രഹിക്കണമേ.
നിന്ദിക്കപ്പെട്ടെടുത്തവരെ തല ഉയർത്തി നിൽപ്പാൻ കർത്താവ് കൃപ കൊടുക്കണമേ. കുടുംബജീവിതങ്ങളെ അനുഗ്രഹിക്കണമേ. തലമുറകളുടെ പഠനത്തെ അനുഗ്രഹിക്കണമേ. കെട്ടുകൾ അഴിയപ്പെടുമാറാകട്ടെ. കർത്താവേ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ ബുദ്ധിയും ജ്ഞാനവും ഉണ്ടാകട്ടെ. എക്സാമുകൾ നടക്കുന്നു, പ്രിയ കുഞ്ഞുങ്ങളുടെ ബുദ്ധി പ്രകാശിക്കപ്പെടട്ടെ. ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം വഴികളെ തുറന്നു കൊടുക്കപ്പെടുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അല്ലലുകളോടെ ആഹാരത്തിനായി ബുദ്ധിമുട്ടുന്ന പ്രിയ സഹോദരങ്ങൾക്ക് വേണ്ടി ഉപജീവന മാർഗങ്ങൾ തുറന്നു കൊടുക്കട്ടെ. ആഹാരത്തിനുള്ള വഴികൾ ഒരുക്കി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ സ്തോത്രം. സമാധാനമില്ലാതെ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവിക സമാധാനം അവരുടെ ഹൃദയങ്ങളെ നിലവുകളെയും വാഴട്ടെ. കർത്താവേ അവരുടെ ജീവിതം സൗഖ്യവും സമാധാനവും ഉണ്ടായിട്ട് ഉള്ളങ്കരങ്ങളിലേക്ക് ഓരോ പ്രിയപ്പെട്ടവരെയും തരിക. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രഭാതം ഞാൻ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കണം. ദാഹത്തോടെ കാണുന്നവരെ ആത്മാവിൽ നിറയ്ക്കണമേ. കൃപാവരങ്ങളിൽ നിന്ന് പകർന്നു കൊടുക്കുമാറാകണമേ. രക്ഷയ്ക്കായി കാംക്ഷിക്കുന്നവർക്ക് യേശുവിനെ സ്വീകരിച്ചുകൊണ്ട് രക്ഷയുടെ മഹാസന്തോഷത്തിലേക്ക് മടങ്ങി വരുവാൻ ഈ പ്രഭാതം രക്ഷയെ ഏറ്റുപറയുവാൻ അവരുടെ ഹൃദയങ്ങളെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മാനസാന്തരത്തിനായി ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവർ കർത്താവിൻ്റെ സന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചുകൊണ്ട് പരിശുദ്ധ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് നീതീകരണം പ്രാപിച്ചവരായി നിൽക്കുവാൻ കൃപ കൊടുക്കണമേ. ഉള്ളങ്കരങ്ങളിലേക്ക് പ്രിയപ്പെട്ടവരെ സമർപ്പിക്കുക. ചാനൽ വണ്ണിലെ സകല കുടുംബങ്ങൾക്കുമായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ ഓൺലൈനിലെ എല്ലാ പ്രയറുകളും കൂട്ടായ്മകളും പരസ്യ മീറ്റിങ്ങുകളും കർത്താവേ ഞങ്ങളുടെ സോഷ്യൽ സാമൂഹിക സേവനങ്ങളിലും എല്ലാം സ്വർഗീയ കരവും കർത്താവേ കൃപയും ഉണ്ടാകണമേ. ബലപ്പെടുത്തണമേ. ക്രിസ്തുവിനെന്ന വണ്ണം ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഉള്ളങ്കരങ്ങളിലേക്ക് ഓരോ പ്രിയപ്പെട്ടവരെ ഈ പ്രഭാതം ക്രിസ്തുവിൽ യേശുവിലൂടെ അവർക്കൊരു അനുഗ്രഹീതമായ ദിനമായി ഞാൻ പ്രാർത്ഥിച്ചനുഗ്രഹിക്കുന്നു. യേശു ക്രിസ്തു മുഖേന അവർക്ക് ജയം കൽപ്പിക്കും. പിതാവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. ഭയത്തോടെ കാണുന്ന ആരുടെയോ യേശുവിൻ്റെ നാമത്തിനുള്ളിലെ ആ ഭയം നീങ്ങിപ്പോട്ടെ. ഇന്ന് പകൽ ക്രിസ്തുവിൽ അവർ സ്വസ്ഥതയോടെ സമാധാനത്തോടെ മുന്നേറുവാൻ കൃപ കൊടുക്കട്ടെ. ദൂതനെ ഞാൻ അവർക്കായി അയക്കുകയാണ്. പിതാവ് പ്രാർത്ഥന കേൾക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് ഐശ്വര്യം അനുഗ്രഹിക്കട്ടെ. കർത്താവ് നൽകിയ എല്ലാ കൃപകൾക്കുമായി നന്ദി. ഇന്ന് പ്രഭാതം കാണുന്ന ഓരോ പ്രിയപ്പെട്ടവർക്കുമായി ഒരിക്കൽ കൂടി സ്തോത്രം ഞാൻ സ്നേഹവും വന്ദനവും ക്രിസ്തുവിൽ അറിയിക്കുകയാണ്. നമുക്ക് പ്രിയപ്പെട്ട കുറച്ച് സഹോദരങ്ങൾക്ക് വേണ്ടി ഒന്ന് സ്തോത്രം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ബിന്ദു സാബു കുടുംബത്തിനായി സ്തോത്രം. ബ്ലസ്സി കുടുംബത്തിനായി സ്തോത്രം. ജെസ്സി ജേക്കബിൻ്റെ കുടുംബത്തിനായി സ്തോത്രം. മിനി സാമിൻ്റെ കുടുംബത്തിനായി സ്തോത്രം. MSAP സ്തോത്രം. ആമേൻ, ഗ്ലോറി. കർത്താവെ ഡിവൈസിൽ നിന്നായിരിക്കുന്ന പ്രിയ കുടുംബത്തിനായി സ്തോത്രം. ആനി മാത്യുവിൻ്റെ കുടുംബത്തിനായി സ്തോത്രം. വനജ സാബുവിൻ്റെ കുടുംബത്തിനായി സ്തോത്രം. സ്തോത്രം. ലീലമ്മ ജോസഫിൻ്റെ കുടുംബത്തിനായി സ്തോത്രം. സാറ ജോർജിൻ്റെ കുടുംബത്തിനായി സ്തോത്രം. സ്തോത്രം. മീന കരുണാകരൻ്റെ കുടുംബത്തിനായി സ്തോത്രം. 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 അന്നമ്മ ജോർജിൻ്റെ കുടുംബത്തിനായി സ്തോത്രം. 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 യൂസർ DB സ്തോത്രം. സ്തോത്രം. ആ വ്യക്തിയെ കർത്താവിൻ്റെ ഏൽപ്പിച്ച് സ്തോത്രം ചെയ്തു. സ്തോത്രം. സ്തോത്രം. ഗ്രേസി ജെയിംസിനായി സ്തോത്രം. 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 സുഗന്ധി ഇബ്രാജിനായി സ്തോത്രം. 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 അഞ്ജന കുടുംബത്തിനായി പ്രത്യേകം സ്തോത്രം. 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 ജയമോൻ രാജ് കുടുംബത്തിനായി സ്തോത്രം. സ്തോത്രം. തോമസ് CG കുടുംബത്തിനായി സ്തോത്രം. സ്തോത്രം. സിജി വിനോദ് കുടുംബത്തിനായി സ്തോത്രം. സ്തോത്രം. മഞ്ജു പൊന്നുവിൻ്റെ കുടുംബത്തിനായി സ്തോത്രം. സ്തോത്രം. ഫ്രെഡി ഡേവിഡിൻ്റെ കുടുംബത്തിനായി സ്തോത്രം. സ്തോത്രം. ജൂവൽ കുടുംബത്തിനായി സ്തോത്രം. സ്തോത്രം. ലക്ഷ്മി പ്രസാദ് കുടുംബത്തിനായി സ്തോത്രം. സ്തോത്രം. ലീന സഹോദരി കുടുംബത്തിനായി സ്തോത്രം. ഇന്ന് 5 മോളുടെ യാത്ര UK യാത്രയായിരുന്നല്ലോ. കർത്താവ് കുഞ്ഞിനെ സുരക്ഷിതമായി എത്തിച്ചതിനായി സ്തോത്രം. 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 യൂസർ HM. ആമേൻ, ആമേൻ, ആമേൻ. ആ കുടുംബത്തിനായി സ്തോത്രം. സ്തോത്രം. മോനി ഫിലിപ്പിൻ്റെ കുടുംബത്തിനായി സ്തോത്രം. സ്തോത്രം. റീനുവിൻ്റെ കുടുംബത്തിനായി സ്തോത്രം. സ്തോത്രം. രമ്യ ഡിയുടെ കുടുംബത്തിനായി സ്തോത്രം. സ്തോത്രം. പങ്കജൻ ഡെന്നീസിൻ്റെ കുടുംബത്തിനായി സ്തോത്രം. 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 മിനി തെക്കേടത്ത് കുടുംബത്തിനായി സ്തോത്രം. സ്തോത്രം. ഈ പ്രിയ സഹോദരങ്ങളൊക്കെ ഇന്നലത്തെ പ്രയർ ടൈമിൽ സ്തോത്രം കമൻറ്റ് ചെയ്തവരാണ്. ആ കുടുംബങ്ങൾക്കായിട്ടാണ് ഞാൻ സ്തോത്രം ചെയ്തത്. ആരെങ്കിലും പുതുതായി ഇന്ന് കാണുന്നെങ്കിൽ ആ പ്രിയപ്പെട്ടവരെയും ഓർത്ത് കർത്താവിന് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ചാനൽ 1 ഓരോ കുടുംബാംഗങ്ങളെയും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന് മഹത്വം. കർത്താവിൻ്റെ എല്ലാ മീറ്റിങ്ങുകളും കർത്താവിൻ്റെ കരങ്ങളിൽ തരുന്നു. രോഗികളായി കാണുന്നവരെ ഓർത്ത് സൗഖ്യത്തിനായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളിൽ കാണുന്നവർ വിടുതലിനായി സ്തോത്രം ചെയ്യുന്നു. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കുടുംബജീവിതത്തിൻ്റെ അനുഗ്രഹത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് യെരുശലേമിൻ്റെ സമാധാനത്തിനായി സ്തോത്രം ചെയ്യുന്നു. ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച വ്യക്തികളെയും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് സ്തോത്രം ചെയ്യുന്നു. പിതാവായ ദൈവത്തിന് സ്തോത്രം. പുത്രനാഥ ക്രിസ്തുവിന് സ്തോത്രം. പരിശുദ്ധാത്മാവ് ദൈവത്തിന് സ്തോത്രം. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരെയും ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ കമൻറ്റുകൾ വിലപ്പെട്ടത് നമ്മുടെ നമ്മുടെ കമൻറ്റ് ബോക്സിലേക്ക് സെൻഡ് ചെയ്താൽ നിങ്ങൾ ചിലരൊക്കെ യൂസർ എന്നൊക്കെ പേര് കിടക്കുന്ന പേരാണ് അവിടെ കിടക്കുന്നതെങ്കിൽ പേര് പറഞ്ഞൊന്ന് സ്തോത്രം ചെയ്യും.
ചെയ്യാൻ പറയും. വിശ്വാസത്തിൽ നിന്ന് മുന്നേറാൻ ഞാൻ വിശ്വാസത്തിൽ നിന്ന് ജീവിക്കും ഞാൻ. ആമേൻ ആമേൻ. സ്തോത്രം. യൂസർ DB എന്ന് അതിനകത്ത് കിടക്കുന്നത് പേരുണ്ടായിരുന്നെങ്കിൽ നമുക്ക് എളുപ്പമുണ്ടായിരുന്ന പേരൊന്ന് പറഞ്ഞ് സ്തോത്രം ചെയ്യാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അതുപോലെ കാണുന്ന ആരെങ്കിലും ഒരു കമൻറ്റ് ചെയ്യാൻ ഒരു ആമേനോ ഒരു സ്തോത്രമൊക്കെ എഴുതിയാൽ നിങ്ങളെയും കൂടെ ഓർത്ത് സ്തോത്രം ചെയ്യാനായിട്ട് കൃപ ലഭിക്കും. നമ്മുടെ പ്രിയപ്പെട്ടവർ കുടുംബാംഗങ്ങളായിട്ടുള്ള സഹോദരങ്ങളൊക്കെ സ്തോത്രം കാണുന്നവരുണ്ട്. സ്തോത്രം നിങ്ങളുടെയും കൂടെ പേരൊക്കെ ഒന്ന് മെൻഷൻ ചെയ്യാൻ ഒരു കമൻറ്റ് ബോക്സിൽ ഒരു കമൻറ്റ് ഇട്ടാൽ വളരെ അനുഗ്രഹമായിരിക്കും. സ്തോത്രം. ദൈവത്തിനുമാത്രം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നാളെ പകൽ വീണ്ടും ഒന്നിച്ച് കാണാം. വൈകിട്ട് നമുക്ക് കുടുംബ പ്രാർത്ഥനയുണ്ട്. വളരെ അനുഗ്രഹമാണ്. സ്തോത്രം. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. സൂമിൻ്റെ ലിങ്ക് ഞാൻ അതിനകത്ത് സെൻഡ് ചെയ്ത് തരാം. സ്തോത്രം. വാട്സപ്പ് നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ പ്രയർ റിക്വസ്റ്റുകളോ സാക്ഷ്യങ്ങളോ നിങ്ങൾക്കൊരു സാക്ഷ്യം നമുക്ക് നമ്മുടെ ചാനൽ വീഡിയോയിൽ ഇടണമെന്നുണ്ടെങ്കിൽ നിങ്ങളത് വിളിച്ചാൽ നമുക്ക് റെക്കോർഡ് ചെയ്തിടാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ വിളിച്ചാൽ പ്രയർ റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ 24 hours പ്രാർത്ഥിക്കുന്ന പ്രയർ ലൈനിലേക്ക് നമുക്കത് ഷെയർ ചെയ്യാൻ അവരൊരുമിച്ച് പ്രാർത്ഥിക്കുവാനിടയായിത്തീരും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ലവ് യു ഡിയർ ഓൾ. നിങ്ങളുടെ പ്രിയ സഹോദരൻ മനോജ് മാത്യു.